അല്ല ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണു സുധിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, സുധിച്ചേട്ടൻ്റെ സുധിലയം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോഴാണ് നോക്കിയത്. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് രേണു സുധി എന്നിട്ട് അതിൻ്റെ താഴെ 19 മണിക്കൂർ മുമ്പ് ഇട്ടുള്ള ഒരു കമൻറ്റാണ്. 1K ആണ് ലൈക്ക് ഉള്ളത് കേട്ടോ. ആ കമൻറ്റ് ഒന്ന് നോക്കാം കേട്ടോ. 73 റിപ്ലൈസ് ഒക്കെ ഉണ്ടായില്ലേ, നോക്കാം. ജോജൻ എന്ന് പേരുള്ള ഒരാളുടെ കമൻറ്റാണ്. എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന കമൻറ്റാണ്. രേണു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിലുണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത്? രേണു, നിങ്ങളുടെ ഭർത്താവിലുണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത്? ആദ്യം നമുക്കിത് കമൻ്റ് ഒന്ന് വായിക്കട്ടോ. രേണു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിലുണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത്? അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ആരാണ് വന്നു നോക്കേണ്ടത്? ഇത്രയ്ക്ക് വിവേകമില്ലാത്ത സ്ത്രീയാണോ നിങ്ങൾ? ബാക്കി വിഷയങ്ങൾ പറയുന്നതിനോടൊപ്പം സ്വന്തം മകനെയാണ് നിങ്ങൾ പബ്ലിക്കിലേക്ക് വലിച്ചിറക്കി അനാവശ്യങ്ങൾ പറയുന്നതെന്ന് മറക്കരുത്. നിങ്ങൾ ആരുടെയും കമൻറ്റ്സ് വായിക്കുകയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക, തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാം. സ്വന്തം മകനെ പബ്ലിക്കിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ വന്ന് നോക്ക് എന്ന് പറയുന്നത് ഒട്ടും അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ്. അവൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ തന്നെയാണ് കുഞ്ഞിനെ നോക്കാൻ യോഗ്യതയുള്ള ആൾ. എത്രയോ നാടോടി സ്ത്രീകൾ സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? അവരെക്കാളും എത്രയോ സുഖലോലുപതയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇത്രയും സംസ്കാരമില്ലാതെ സംസാരിക്കരുത്. അതും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വന്ന് ദാനം കിട്ടിയ വീട്ടിൽ താമസിക്കാൻ അന്തസ്സ് കേടായിട്ട് തോന്നുന്നെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്ത് അർഹതയുള്ളവർക്ക് കൊടുക്കൂ എന്നുള്ളതാണ് സംഗതി. ഈ കമൻറ്റ് നമ്മളിത് ഇങ്ങനെ വായിക്കുമ്പോൾ ശരിയാണ്, ഈ കമൻറ്റ് പറഞ്ഞ ആളുടെ ലോജിക്ക് കറക്റ്റാണ് തോന്നുന്നു. പക്ഷേ നമുക്ക് ഈ സാധനത്തിന് ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ, വേറൊരു സംഗതി വരാമല്ലോ. ഓക്കെ, തെറി വിളിക്കാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് ചുമ്മാ നോക്കാം എന്താ അവസ്ഥ നോക്കാം. അതിലെ ഫസ്റ്റ് സംഗതി, രേണു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിലുണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത്? ഭർത്താവ് മരിച്ചുപോയി, അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാ നോക്കേണ്ടത്? ഭാര്യയായിട്ടുള്ള രേണു ആണ് അല്ലേ? രേണു തന്നെ നോക്കേണ്ടത്. രേണു ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരുത്തിയാണ് എന്നതുകൊണ്ട് വീട്ടിൽ പലപ്പോഴും ഉണ്ടായിരിക്കില്ല അല്ലേ? സ്കൂളിൽ പോകുന്ന പയ്യനാണ്, സ്കൂളിൽ 1ാം ക്ലാസ്സിലെത്തിയാണ് അല്ലേ? UKG എന്തോണ് മറ്റേ ഋതപ്പൻ അല്ലേ? 5 വയസ്സ് എന്തോ പറയണത്. രേണുസുധിരെ ചേച്ചിയുടെ കുട്ടിയും ഋതപ്പനും ഒരേ ക്ലാസ്സിലാണ് എന്നൊക്കെ ഉണ്ടായിരുന്നു. രേണുസുധിയുടെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ചേച്ചി അല്ലേ? രേണു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിലുണ്ടായ കുഞ്ഞിനെ ആരാണ് നോക്കേണ്ടത്? ആയിരിക്കും നോക്കാം. രേണു ജോലിക്ക് പോകുന്ന വ്യക്തി ആയതുകൊണ്ട് രേണുവിൻ്റെ അച്ഛനോ രേണുവിൻ്റെ അമ്മയ്ക്കോ രേണുവിൻ്റെ ചേച്ചിക്കോ, ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അവിടെ സ്നേഹസമ്പന്ന ആയിരിക്കും നോക്കാം. അതേപോലെ രേണുവിൻ്റെ അമ്മായിമ്മയ്ക്ക് നോക്കാം, എന്ന് വെച്ചാൽ കൊല്ലം സുധിയുടെ അമ്മയ്ക്ക് നോക്കാം. കൊല്ലം സുധിയുടെ അച്ഛൻ ജീവനോടുണ്ടാറില്ല. കൊല്ലം സുധിയുടെ അമ്മ വേറെ മക്കളുടെ അവരുടെ കൂടെ അവിടെയാണ് താമസം. അപ്പോൾ അവിടെ ഉള്ളത് ആരാണ്? ഇപ്പോൾ ഈ സുധി നിലയത്തിൽ ആരാ ഉള്ളത്? രേണുസുധി ജോലിക്ക് പോവും. ഇപ്പോൾ രേണുസുധിയുടെ ചേച്ചി ജോലിക്ക് പോകും. രേണുസുധിയുടെ ചേച്ചിയുടെ ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും. പിന്നെ അവിടെ ഉള്ളത് കിച്ചു അവിടെ പഠിക്കുകയാണ്, അച്ഛമ്മയുടെ കൂടെയാണ്. രേണുസുധിയുടെ അമ്മായിമ്മയുടെ കൂടെയാണ്. അപ്പോൾ പിന്നെ ആ വീട്ടിലുള്ള ആരാ? രേണുസുധിയുടെ അച്ഛനും അമ്മയാണ്. അവർ നോക്കുന്നു. അവർ തന്നെയല്ലേ നോക്കണത്? അതോ കൊച്ചിനെ എടുത്തുകൊണ്ട് രേണുസുധി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകണമെന്നാണോ? അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? വെല്ലുവിളിച്ചോ? എങ്ങനെ വെല്ലുവിളിച്ച്? ആരാണ് വന്ന് നോക്കേണ്ടത്? അതിപ്പോൾ നമ്മൾ പറഞ്ഞു, രേണു വന്ന് നോക്കണം എന്നാണ് പറയുന്നത്. രേണു നോക്കണം, ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഇങ്ങനെ പ്രശ്നമുണ്ട്. അവർക്ക് ജോലിക്ക് പോകണ്ട, പിന്നെ കുട്ടീനെ താങ്ങി പിടിച്ച് പോകണം എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് വിവേകമില്ലാത്ത സ്ത്രീയാണോ നിങ്ങൾ? വിവേകമില്ലാന്ന് എന്താ പറയും? എനിക്ക് മനസ്സിലായില്ല. ബാക്കി വിഷയങ്ങൾ പറയുന്നതിനോടൊപ്പം സ്വന്തം മകനെയാണ് നിങ്ങൾ പബ്ലിക്ക് വലിച്ചിറക്കി അനാവശ്യങ്ങൾ പറയുന്നതെന്ന് മറക്കരുത്. ഇവിടെ അനാവശ്യം എന്നുള്ളതുകൊണ്ട് ഒരു ഉദ്ദേശം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രേണുസുധി ഈ കാര്യത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ വന്ന് നോക്കിൻ എന്നാണ്. എന്നാൽ നിങ്ങൾ വന്ന് നോക്കി എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, മൂപ്പത്തിയാർ അത്ര എഡ്യൂക്കേറ്റഡ് ആയി വരുത്തിയതല്ല. അത് മൂപ്പത്തിയാരുടെ ഇമോഷണലായിട്ടുള്ളൊരു അവസ്ഥയിൽ മൂപ്പത്തിയാർക്ക് അത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടോ ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് മൂപ്പത്തിയാരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ മൂപ്പത്തിയാർക്ക് പറ്റണ ഒരു ശൈലിയിൽ അത് സംസാരിച്ച്, അതിനാണ് ഇവിടെ പറയുന്നത്. ബാക്കി വിഷയങ്ങൾ പറയുന്നതിനോടൊപ്പം സ്വന്തം മകനെയാണ് നിങ്ങൾ പബ്ലിക്ക് വലിച്ചിറക്കിയ അനാവശ്യങ്ങൾ പറയുന്നത്. എന്താ അനാവശ്യം പറയുന്നത് പറഞ്ഞു? അതായത് രേണുസുധിയുടെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടി അവിടെ ഉണ്ട്, അവരവിടെ നോക്കുന്നുണ്ട്. പക്ഷെ അവരാ വീട്ടിൽ നിൽക്കുന്നത് നാട്ടുകാർക്ക് എന്തോ വലിയ പ്രശ്നമാണ്, അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ വന്ന് നോക്കിൻ.
എന്നാൽ പിന്നെ ഇജ്ജാണ്ട് ചെയ്യും നമുക്ക് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ആ രീതിയിൽ ശൈലി അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. സാധാരണക്കാരുടെ ശൈലി ഇങ്ങനെയൊക്കെ ആവും ബ്രോ, അല്ലെങ്കിൽ സഹോദരി അല്ലേ. നിങ്ങൾ ഇതിലിങ്ങനെ ഓരോ വാക്കിന് കീറി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്താപ്പത്, അതേ സാധനമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അവർ പറയുന്നതിന് എന്ത് പ്രശ്നം? അതിനർത്ഥം നിങ്ങൾ വന്ന് നോക്കണം എന്നല്ല, ഇയാളത് അങ്ങനെ എടുക്കണത്. രേണുസുദിനെ കുറ്റം പറയാൻ വേണ്ടി ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കും. ഇതൊരു മാനിപ്പുലേറ്റീവ് കമൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മൂപ്പര് സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നു. എന്തിനും സീരിയസ് ആയിട്ട് കണ്ട് ഒരാൾ അതിവൈകാരികമായിട്ട് അവരെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അതിനങ്ങനത്തെ ഇപ്പോൾ പല വാക്കുകളും തെറ്റും. ഞാൻ അടുത്തൊരു കാര്യം പറയട്ടെ. ഇതിനിടയ്ക്ക് മറ്റൊരു പയ്യൻ, ആ പയ്യൻ്റെ വീട് നിൽക്കുന്നത് എന്താ പറയുക, തൊട്ടപ്പുറത്തൊരു 36 ഭൂമിയിലാണ്, അവരാണ് അതിൽ അവകാശപ്പെട്ടത്, അങ്ങനെ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്. അങ്ങനെ വന്നിട്ട് ആ മറ്റേ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ടിട്ട് അമ്മയും അച്ഛനും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് ഓഫീസറെ കഴിയുന്നത് തട്ടിയിട്ട് ലൈറ്റർ തട്ടിയിട്ട് മരിച്ചു, കൊലപാതക ശ്രമമാണെന്നൊക്കെ കൊണ്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായില്ലേ. നിങ്ങൾ മൂപ്പരെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ, മൂപ്പര് എന്തൊക്കെയാണ് പറയണത്? ആരെങ്കിലും അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും വെച്ചിട്ട് എതിർക്കുക അവിടെ പോയോ? അതെന്തുകൊണ്ടാണ് പോകാത്തത്? അതാണ് വിവേകം എന്ന് പറയുന്നത്. എന്താ സംഗതി എന്താണ്? അവിടെ ആ പറയുന്ന വാക്കുകൾ നമ്മൾ കറക്റ്റ് അങ്ങനെ നോക്കുകയല്ല ചെയ്തത്. അതിവൈകാരികമായിട്ട് മൂപ്പര് സംസാരിക്കുന്ന കാര്യത്തിൻ്റെ ഏകദേശം പോയിൻ്റ് എന്താണെന്ന് നമ്മൾ കുറേയൊക്കെ ഊഹിച്ചെടുത്തിട്ട് മൂപ്പര് പറയുന്നതൊക്കെ എടുത്തത്. ആ ആങ്കറല്ല മറ്റേ ജേർണലിസ്റ്റ് മൂപ്പരടക്കം മൈക്ക് വെച്ചിട്ട് പറയുമ്പോൾ കേസ് എന്താ പറയുക, ഈ കറണ്ടിനൊക്കെ വില ഇടാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ആ പയ്യൻ അവിടെ ചോദിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും അതിനെ എതിർക്കാൻ നിന്നു അവിടെ? വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ആളുകൾക്ക് അതിനെ എതിർക്കുകയൊക്കെ ചെയ്യാലോ, പല രീതിയിൽ പൊളിറ്റിക്കൽ രീതിയിലുള്ള ആളുകൾക്കൊക്കെ. എന്തുകൊണ്ട് അവിടെ സംസാരിച്ചില്ല? അങ്ങനെ രീതിയിൽ ആളുകൾ പൊതുവെ പ്രതികരിച്ചില്ല, റിയാക്ഷൻ വീഡിയോസ് ആരും ചെയ്തില്ല. കാരണം എന്താ? ആ പയ്യൻ്റെ വൈകാരികമായ ഒരു തലത്തിനെ നമ്മളവിടെ നോക്കിയത്, എവിടുന്ന് നീതി കിട്ടാത്ത ഒരാളുടെ. അതേപോലെ സോഷ്യൽ മീഡിയയിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത, പൊതുസമൂഹത്തിൽ ആരും കാര്യമായി സപ്പോർട്ട് ചെയ്യാനില്ലാത്ത, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു എല്ലാ സ്ഥലത്തും സൈബർ ബുള്ളിങ് നേരിടുന്ന ഈ വീട് വെച്ചു കൊടുത്തവർ തന്നെ ഇവർക്കെതിരെ ആരൊക്കെ പിറക്കണത്? താജാണ് പുതിയത് തോന്നുന്നത്, താജു ഓൻ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരവരെ കാര്യം പറയുമ്പോൾ അതിവൈകാരികം ചിലപ്പോൾ സംസാരിക്കാം. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ മാതിരി ഡിപ്ലോമാറ്റിക്കായിട്ട് നിങ്ങൾ ഒന്ന് നോക്കൂ, ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, അങ്ങനെ സംസാരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. എനിക്കിത് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങളൊരു മഞ്ചത്തം വെച്ചിട്ട് ചിന്തിച്ചതൊക്കെ മനസ്സിലാവും. മഞ്ചത്തില്ലാണ്ടുള്ള രീതിയിലാണ് വില ചൈത്താനെ പോലെയാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ പിന്നെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആരുടെയും കമൻറ്റ്സ് വായിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ വന്ന് നോക്കുന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ, നോക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അവിടെ ഉള്ളത്. അവർ പ്രാക്ടിക്കലായ രീതിയിലാണ് പറഞ്ഞത്. വേറൊരാൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അയ്യോ ചാർജ് കുറഞ്ഞു, അതാണ് സംഗതി. ഓക്കെ, എനിക്കങ്ങനെ മനസ്സിലായത്. മനുഷ്യപ്പറ്റുള്ള രീതിയിലുള്ള ഒരു ചിന്ത അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരുടെയും കമൻറ്റ്സ് വായിക്കുകയില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. അയ്യോ, ഈ നെഗറ്റീവ് കമൻറ്റ്സൊക്കെ വായിക്കണം എന്ന് പറയുന്നത് പൊന്നു സുഹൃത്തെ. ചില ആളുകൾക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ വെച്ചാൽ മനുഷ്യന് തലക്ക് പ്രാന്താവും. ട്രോമയാവും അത്. തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും തെറ്റുകൾ വരലുണ്ട്, അതൊന്ന് വായിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാം. സ്വന്തം മകനെ പബ്ലിക്കിലേക്ക് വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ വന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ്. ഒരു അന്തസ്സില്ലാത്ത പ്രവൃത്തിയില്ല. അവർ പറയുമ്പോൾ ഇതിൽ കുറച്ച് വാക്കുകളിൽ ചെറിയ ഇത് വന്നു, അത് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവരിപ്പോൾ എഴുത്തുകാരിയോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള പ്രാസംഗികയോ ഒന്നും അല്ല, സാധാരണ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരും സുഹൃത്തെ. അവൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ തന്നെയാണ് കുഞ്ഞിനെ നോക്കാൻ യോഗ്യതയുള്ള ആൾ. ശരിയാണ്, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ തന്നെയാണ് യോഗ്യതയുള്ള ആൾ. അമ്മ ജോലിക്ക് പോകുമ്പോൾ പിന്നെ ആര് നോക്കും? അമ്മ കൊച്ചിനെ താങ്ങി പിടിച്ചുകൊണ്ട് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുപോലെ കൊച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേണുസുതി ചിലപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും. അവിടെ ആരാണ് അധ്വാനിച്ച് വീട് നോക്കുന്ന ആര്? രേണുസുതി അല്ലേ? അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ബോധം നിങ്ങൾക്കില്ലേ? അമ്മ തന്നെയാണ് കുഞ്ഞിനെ നോക്കാൻ യോഗ്യതയുള്ള ആൾ. എത്രയും നാടോടി സ്ത്രീകൾ. അപ്പോൾ രേണുസുതി ജോലിക്ക് പോകാണ്ട് കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആര് അധ്വാനിച്ചിട്ട് ഇവരെ കാര്യം നോക്കും? അപ്പോൾ നിങ്ങൾ പറയും അത് സ്വയം തന്നെ അധ്വാനിക്കേണ്ടതെന്ന്. അപ്പോൾ പിന്നെ പ്രാക്ടിക്കലായ സൊല്യൂഷൻ എന്താ? ഇവിടെ എല്ലാവരും പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്താ സൊല്യൂഷനെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കാത്തത്? രേണുസുദീനെ എങ്ങനെയും കുത്തി മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ താല്പര്യം എന്നാണ്. എത്രയോ നാടോടി സ്ത്രീകൾ സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് നാടോടി സ്ത്രീകൾ നോക്കുന്നുണ്ട്, അതുപോലെ നോക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതോ നാടോടി സ്ത്രീകൾ പോലും കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് രേണുസുദിക്കൊന്നും നോക്കാൻ പറ്റാത്തതെന്ന്? രേണുസുദി എങ്ങനെ നോക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്? ആ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ചേച്ചിയുടെ ഭർത്താവും കുട്ടികളും, അതായത് ആ കുട്ടികൾ ഒരുമിച്ചായിരുന്നു ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞു. ആ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് വാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടാവുക.
ഫാമിലിയിൽ, അടുത്ത വീട്ടിലും ഒക്കെ എല്ലാവരും താമസിക്കുന്നത്. ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോഴുള്ള ആളുകൾ അങ്ങോട്ട് പോകുമെന്നൊക്കെ പറയണം. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് അമ്മച്ചനുണ്ട്, അമ്മമ്മ ഉണ്ട്, ഒക്കെ ഉണ്ട്. അച്ഛമ്മയ്ക്ക് അവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണ്, വേറെ വീട്ടിലാണ് താമസം. അമ്മ ജോലിക്ക് പോകുന്നു. പിന്നെന്താ ഇവിടുത്തെ പ്രശ്നം? അന്തസ്സില്ലായ്മ. എന്താ അന്തസ്സില്ലായ്മ ഇവിടെ പറയുന്നത്? അവരേക്കാൾ എത്രയോ അതാണ് പോയിൻ്റില്ലേ, അവരേക്കാൾ എത്രയോ സുഖലോലുപതയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് ശരിയാണ്, കാശ് കിട്ടുന്നുണ്ടാവും കേട്ടോ, കാശില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇത്രയും സംസ്കാരമില്ലാതെ സംസാരിക്കരുത്. നിങ്ങൾ സമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ നിങ്ങൾ കല്ലെറിയാനും കൂടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്കാരം ഇല്ലാണ്ട് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ഇത്രയും ക്രൂരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ദാനം കിട്ടിയ വീട്ടിൽ താമസിക്കാൻ അന്തസ്സ് കേടായിട്ട് തോന്നുന്നെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്ത അർഹതയുള്ളവർക്ക് കൊടുക്കൂ. അതൊന്ന് നോക്കാം കേട്ടോ. ദാനം കിട്ടിയ വീട്ടിൽ താമസിക്കാൻ അന്തസ്സ് കേടായിട്ട് തോന്നുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, രേണുസുതി അവിടുന്ന് വേറെ വീട് വാടകയ്ക്ക് എടുത്ത് പോകുന്നതല്ലേ. പക്ഷേ ഇവർ സമ്മതിക്കില്ലല്ലോ. ഇവരെന്താ പറഞ്ഞാൽ വേറെ വാടകയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവും. പിന്നെന്താ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന്. നിങ്ങളൊരു സാധനം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ഉപയോഗിക്കണോ വേണ്ടെന്ന് അവരല്ലേ തീരുമാനിക്കണത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും കുത്തുവാക്കുകൾ വെക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകണത് തന്നെ നല്ലതാണ് എനിക്ക് പറയുന്നത്. അവിടെ താമസിക്കുന്നത് അത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞത്. ദാനം കിട്ടിയ വീട്ടിൽ താമസിക്കുന്ന അന്തസ്സ് കേടായിട്ട് തോന്നുന്നെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കൊടുത്ത് അർഹതയുള്ളവർക്ക് കൊടുക്കൂ. അത് തന്നെയാണ് അവർ ചെയ്യാൻ പോണത്, അത് തന്നെയാണ് അവർ പറഞ്ഞത്. അന്തസ്സ് കേടായിട്ട് തോന്നുന്നത് കൊണ്ടല്ല പൊന്നു സുഹൃത്തെ. ഇയാൾക്ക് തോന്നണത് ആ താജുദ്ദീൻ്റെ അതേ ശൈലിയിൽ സംസാരിക്കണമെന്നോ, അല്ലെങ്കിൽ ഈ വീട് വെച്ചെടുത്ത ആളുടെ അതേ ശൈലിയിൽ. അന്തസ്സ് കേടായിട്ട് അവർക്ക് തോന്നണതല്ല. വീട് വെച്ചെടുത്ത ആൾ ഇതേ ശൈലിയില്ല കേട്ടോ, സോറി, നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കും ശരിയല്ല. ചില പോയിന്റുകൾ പറയണേ. അന്തസ്സ് കേടായിട്ട് തോന്നുന്നതല്ല സുഹൃത്തെ. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ബുള്ളിങ് വരുന്ന സമയത്തെ അവർ അവിടുന്ന് ഇറങ്ങിപ്പോകണം. രേണുസുതി അവിടുന്ന് ഇറങ്ങിപ്പോകണം. രേണുസുതിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. രേണുസുതിയുടെ അച്ഛനും അമ്മേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. രേണുസുതിയുടെ ചേച്ചീനെ അവിടുന്ന് പുറത്താക്കണം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സുഹൃത്തെ, പൊന്നു സുഹൃത്തെ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അവിടെ വീട് വിട്ട് മാറിപ്പോവുകയാണെന്ന് പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് അന്തസ്സ് കേടായിട്ടല്ല. നിങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കണം കാര്യങ്ങൾ. അർഹതയുള്ളവർക്ക് കൊടുക്കുക. അതന്നെ പറഞ്ഞാൽ അവരോട് നിന്ന് ഇറങ്ങി പോവുകയാണെന്ന് പറഞ്ഞില്ലേ. പിന്നെന്താ പ്രശ്നം? 73 റിപ്ലൈ ആണ്. ഇങ്ങനെ അതിൻ്റെ താഴെ അതാണ് അമരായിവേ. നിങ്ങൾക്കൊന്നും ഒരു ബോധമില്ലേ? ആ കൊച്ചിനെ നാട്ടുകാർ നോക്കാനല്ല പറഞ്ഞത്. അവൾ ജോലിക്ക് പോകുമ്പോൾ അവളുടെ അപ്പനും അമ്മയും ആണ് നോക്കുന്നത്. അത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ പോയിൻ്റ്. നാട്ടുകാർക്ക് ഭയങ്കര സൂക്കേട്. അതിനാ അവൾ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നാട്ടുകാരോട് നോക്കാനല്ല ഉദ്ദേശിച്ചത്. ഒട്ടും ബോധമില്ല അല്ലേ? അടിപൊളി. 61 ലൈക്കുണ്ട്. ഞാനതിന് റെസ്പോണ്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ താഴെ ഇതാണോ ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട്, രേണുവിൻ്റെ വളർച്ചയിൽ അസൂയുള്ളവരും നമ്പർ 1 ശത്രുക്കളുമാണ് ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ. കഷ്ടം. അതന്നെ അത്ര തന്നെ പറയുള്ളൂ. പിന്നെ കുറേ സദാചാരക്കാർ ഇറങ്ങിയിരുന്നു. പിന്നെ അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യും മുമ്പ് രേണു എന്ന ലേഡി എന്തിനും അങ്ങനെ പറയേണ്ടി വന്നു എന്ന് ചിന്തിക്കുക. അത് ചിന്തിക്കണമെങ്കിൽ മനുഷ്യപ്പറ്റ് വേണ്ടേ? അതില്ലാത്തവരിങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറയട്ടെ, ഈ വീടുണ്ടാക്കി കൊടുത്ത ആളിങ്ങനെ അവരെങ്ങനെ കുറിച്ച് കുറ്റം പറയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ വമ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ സാധാരണക്കാരാണ്. ഒരു വീട് വെക്കാൻ പോലും കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് എടുത്ത് മാറാനൊന്നും പലപ്പോഴും കെൽപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ അവരൊരു ശൈലിയിൽ സംസാരിക്കുക. അല്ലാണ്ട് വാക്ചാതുരണയിലോ ബിസിനസ്സിൻ്റെ കുതന്ത്രങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവർ സംസാരിക്കുന്നത് ഒരു പക്ഷെ അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അട്ടത്തണ്ട് ആക്ഷേപിക്കാണ്. ആരൊക്കെ കൊണ്ടുവരണത് ഇപ്പോൾ രേണുസുതിക്കും ഫാമിലിക്കെതിരെ? എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഒരാഴ്ച കഴിഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന്. ആ വിരലുകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോഴാണ് പൊട്ടണത്. അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ പറഞ്ഞ എന്താ പ്രശ്നം? അവരിപ്പോഴും പറയണത് നിങ്ങൾ ഇത്രയും ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പറയുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്ന്. അതൊന്നും ആൾക്കാർ ഇവിടെ പോയിൻ്റായിട്ട് എടുക്കില്ല. ദാനമായിട്ട് വീട് വെച്ചു കൊടുത്തു, പിന്നെ അവരൊന്നും മിണ്ടരുത് എന്ന്. ഫാന് അവർ ദേഹത്ത് വീണമെന്ന് പറയുമ്പോഴൊക്കെ അതിനെന്താ തെളിവ് എന്നാണ് ചോദിക്കണത്. എന്താ പറയുക? ഇക്കണക്കിന് അവിടെ എന്തെങ്കിലും പൊട്ടി വീണിട്ട് വല്ല അപകടം ഉണ്ടാവുകയെ അല്ലെങ്കിൽ മതിലിടിഞ്ഞ് പൊളിഞ്ഞ് കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവും, അപ്പോഴും നിങ്ങൾ ചോദിക്കുമല്ലോ അല്ലേ വല്ല വീഡിയോ ഉണ്ടോ ഫോട്ടോ ഉണ്ടോ എന്താ തെളിവ് എന്ന്. അടുത്ത വീട്ടിൽ ഒരു സാക്ഷിക്ക് പോലും ആളെ കിട്ടൂല. അടുത്തൊന്നും വീട്ടിലെ ആളുകളില്ലല്ലോ. അതായത് രേണുസുതിയുടെ ചേച്ചിയും ഹസ്ബൻഡും കുട്ടികളും താമസിക്കുന്ന വീട് മാത്രം വാടകയ്ക്ക് അവിടെ അടുത്ത് ഉള്ളൂ തോന്നുന്നു.
പിന്നൊക്കെ അപ്പുറത്ത് ഒരുപാട് ദൂരെയാണ്. എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. തെളിവ് വേണത്രേ. ഇതെന്താ പറയുക, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കളിയാണ്, അത് വേറൊരു കളിയാണ്. അതായത് ഇവരെ ക്രെഡിബിലിറ്റി ബാധിക്കൂലേ, ഒരു സാധനം ഞങ്ങൾ ചെയ്തു കൊടുക്കൂ, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തു, ആ രീതിയിൽ വേണം സമൂഹം ഞങ്ങളെ എടുക്കാൻ. ക്വാളിറ്റി ഉള്ള ചെയ്തു കൊടുത്താൽ ആരും ഒന്നും കൊണ്ടൂല, അത്രയേ ഉള്ളൂ. രേണുസുതിക്ക് 20-25 ലക്ഷത്തിൻ്റെ വീട് വെച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് 6-7 ലക്ഷത്തിൻ്റെ എന്ന് പറയുന്നത്. 20-25 ലക്ഷത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ കണ്ടത്. 6-7 ലക്ഷത്തിന് ചെയ്ത് കൊടുക്കാൻ ഇതൊക്കെ ചെയ്താണ് നല്ല കാര്യം. എന്താ രേണുസുതിക്ക് മാത്രം 20-25 ലക്ഷത്തിൻ്റെ വീട് വെച്ച് കൊടുത്തത്? അപ്പോൾ ബാക്കി 6-7 ലക്ഷത്തിന് കൊടുത്ത ആളുകൾക്ക് എന്താ, അവർക്ക് എന്താ എന്തോ ഒരു കുറവുള്ളത് എന്താ കഥ മനസ്സിലാവാത്ത? ഒന്നും കാണാണ്ട് 20-25 ലക്ഷത്തിൻ്റെ വീട് വെച്ച് കൊടുക്കുക. അവർക്ക് ഇതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു അംഗീകാരമോ അങ്ങനെ ചെയ്ത് നല്ല കാര്യമായി അങ്ങനെയൊന്നും ഇവർക്ക് കിട്ടിയില്ല എന്നാണ് പറയണത്. കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ച് നോക്കി. അപ്പം അതിനനുസരിച്ച് നല്ല അവർ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ട അതിൻ്റെ ഉള്ളിൽ. വെള്ളമൊക്കെ വീണ അവസ്ഥയുള്ള ഇവർക്ക് വളരെ സിമ്പിളായിട്ട് പോയിട്ട് വളരെ തുച്ഛമായ പൈസ ചിലവാക്കിയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മളാണെങ്കിൽ ചെയ്തു കൊടുക്കൂലേ? അതിന് പകരം അവർക്കെതിരെ ആയുധമായിട്ടെടുത്ത് അവർ സംസാരിച്ച രീതി ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ ഫാൻ ഇങ്ങോട്ട് മേത്ത് വന്ന് വീണിട്ട് ചിലപ്പോൾ ആ ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതാ ലെവലിൽ എടുക്കല്ലേ ചെയ്യുക. അങ്ങനെയല്ലേ? എല്ലാവരുടെയും ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരേപോലെയാവോ? അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഭാഷാ നൈപുണ്യം എന്ന് പറയുന്നത് എന്തായാലും പറയുക, ആ സാധനം ഒരുപോലെ ആവുമോ? ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള ഒരു ടാലൻറ്റ് പറയണത് ഒരുപോലെ ആവുമോ? പിന്നെ കുറച്ച് ആൾക്കാർ ബിസിനസ്സിൻ്റെ ആ രീതിയിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവർ പച്ച മഞ്ചരാണ്, അവർ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. രണ്ടും ഒരേപോലുള്ള ഒരു ശൈലി ആയിരിക്കണം എന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അറ്റ്ലീസ്റ്റ് കമൻറ്റ് ചെയ്യും മുമ്പ് രേണു എന്ന ലേഡി എന്തിനും അങ്ങനെ പറയേണ്ടി വന്നു ചിന്തിക്കുക. അവർ വർക്ക് ചെയ്തു തന്നെയാണ് ഇന്ന് അവരുടെ കുട്ടിയെ വളർത്തുന്നത്. കറക്റ്റ്. നാട്ടുകാർ അനാവശ്യമായി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെട്ട് ആക്ഷേപിക്കുമ്പോൾ അവർ നിവൃത്തികേടുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കറക്റ്റ്. എങ്കിൽ പിന്നെ നിങ്ങൾ കുഞ്ഞിനെ നോക്കൂ എന്ന് അങ്ങനെ പറഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും കാണിക്കണം കമൻ്റ് ഇടുന്നവർ. അതന്നെ പോയിന്റ്. അത്രയേ ഉള്ളൂ സാധനം. ഗൈസ്, ഇതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്താ അതിൻ്റെ ഒരു കളി നോക്കില്ലേ? ബിസിനസ്, ദിസ് ഈസ് ബിസിനസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ആളുകൾക്ക് രേണുസുദീനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂറ്റാൻ പറയണം, ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതിന് ഓരോ കാരണങ്ങൾ. ഒരു ആങ്കർ താജുദ്ദീനോട് സംസാരിക്കേണ്ട സംഭവം ഉണ്ട്. എൻ്റെ അമ്മ കുത്തിത്തിരിപ്പ്, മോതിരി കുത്തിത്തിരിപ്പാണ് ദൈവമേ. എനിക്ക് തോന്നുന്നത് ഒരു ആങ്കർ അങ്ങനെയൊക്കെ പറയും. അതായത് എനിക്ക് തോന്നുന്നത് സാർ, അത് മാത്രമല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആങ്കറിൽ നിന്ന് മൈക്കണ്ട് വാങ്ങിയിട്ട് ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞ പോരെ? അല്ല, അവർക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ കുത്തിത്തിരിപ്പാണെന്ന് കണ്ടാൽ മനസ്സിലാവുകയെ. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. എന്ത് കഷ്ടമാണ് ഈ മലയാളികളുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇതിൻ്റെ ഒരു വേറെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അത്യാവശ്യം കോമൺ സെൻസ് കൂടി റാഷണലായിട്ട് ഇതിനെ കാര്യങ്ങളെ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും കൂട്ടമായി വന്ന് ആക്രമിക്കും. ആളുകൾക്ക് ഗോസിപ്പ്, രേണുസുദീനെ കുറ്റം പറയൽ, സദാചാരത്തിൻ്റെ ഇത്, സൈബർ ബുള്ളിങ്, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. പക്ഷെ എന്താ ചെയ്യുക, ഇത് ഉപയോഗിക്കൂല എന്ന് നിർബന്ധം തോന്നുന്നു ആളുകൾക്ക് സത്യാവസ്ഥ അല്ലെങ്കിൽ മനുഷ്യത്വം വെച്ചിട്ട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുക, അതൊന്നും അവർക്ക് വേണ്ട തോന്നണു. ആൾക്കാർക്ക് കടന്ന് ആക്രമിക്കുക. ടമോ ആ ദയാച്ചുവിൻ്റെ ഒക്കെ അതിന് താഴേക്ക് വരുന്ന കമൻസ്, എന്താ സംഭവം മാതിരി കമൻറ്റുകളാണ് രേണുസുദിക്കെതിരെയുള്ള. ഇവരൊക്കെ ജീവിതത്തിലൊരവസ്ഥ ആലോചിക്കുകയായിരുന്നേ. ഇങ്ങനെ എന്തപ്പോൾ ഞാൻ അതായത് ജീവിതത്തിലൊരവസ്ഥ പറഞ്ഞാൽ ഇത്രയും രീതിയിലാണെങ്കിലേ ഇവരുടെ കൂടെ താമസിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്താണ്? ഇവരിതേ വയലൻസോട് കൂടിയായിരിക്കും അവർ കാണുന്നുണ്ടായിരിക്കുക. ഇത് ആരും ഇല്ലാത്ത, സഹായിക്കാനില്ലാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും ദുരിതം അനുഭവിച്ച ആളുകൾക്ക് ഒരു വീട് വെച്ചു കൊടുത്തു. അത് ക്വാളിറ്റിയിൽ വെച്ചു കൊടുത്ത ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അവർ ഫാന് വീണത് കൊണ്ട്, ചോർന്നത് കൊണ്ടും ഒക്കെ അവരത് എങ്ങനെ ചോർച്ച എന്ന് പറയണോ കുഞ്ഞ് ഇവിടെ പ്രശ്നമല്ലേ, ആ വെള്ളം ഉള്ളിലേക്ക് വന്നത് കൊണ്ടൊക്കെ അവർ ആ TV അടക്കം അവർ മൂടി വയ്ക്കുകയാണ് രാത്രി സമയത്ത് പറഞ്ഞു, മഴയുള്ള ടൈമിൽ. അവർ വീട്ടിലല്ലേ ജീവിക്കണത്. അപ്പോൾ അവരത് പറഞ്ഞു, അതിന് നിങ്ങളിത് ഈ രീതിയിൽ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ സംസാരിച്ചപ്പോൾ 1-2 പറഞ്ഞ് തെറ്റിയിട്ടുണ്ടായിരിക്കും. 24 വരെ വെച്ചു കൊടുക്കേണ്ട ഒരു വീടല്ലേ അല്ലേ? അവർ വെച്ചു കൊടുത്തായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചു കൊടുത്തായിരുന്നു. മൂപ്പര് വെച്ചു കൊടുക്കാൻ പറഞ്ഞു, വെച്ചു കൊടുത്തു. ശരി, നല്ല കാര്യം ചെയ്ത് ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുത്ത പ്രശ്നം തീർന്നില്ലേ? സിമ്പിളല്ലേ? അപ്പോൾ അവർ പ്രതികരിക്കാൻ പാടില്ല എന്നാണല്ലേ. അതായത് ഞാനിപ്പോൾ ഒരാൾക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു,
അയാൾക്ക് നല്ല വിശപ്പുള്ള സമയമായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തപ്പോൾ കുറച്ച് റൈസ് അതിലുണ്ടായിരുന്നുള്ളൂ. അവർ വിശപ്പ് മാറിയില്ല. അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും വയറിളക്കം പിടിച്ച്, അല്ലെങ്കിൽ അവർക്ക് വയറുവേദന പിടിച്ച്, അവരത് മുണ്ടാൻ പാടില്ല അല്ലേ? കാരണം ഞാൻ ചിക്കൻ ബിരിയാണിയാണല്ലോ വാങ്ങിക്കൊടുത്ത്. ലക്ഷൂറിയസ് ചിക്കൻ ബിരിയാണി, ചോറിനേക്കാൾ ബെറ്ററായ ചിക്കൻ ബിരിയാണി എന്നായിരിക്കുമോ എൻ്റെ പോയിൻറ്റ്. അപ്പോൾ ഞാൻ അവർ വയറുവേദനയാണെന്ന് പറഞ്ഞതാണോ പ്രശ്നം? ആണോ? എനിക്കറിയില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചീത്ത വിളിച്ചാൽ ഞാൻ പച്ചത്തെറി വിളിക്കും.